മനുഷ്യർ എങ്ങനെയാണ് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരായത്? ആരാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്? ആരാണ് ദൈവങ്ങൾ? അന്യഗ്രഹജീവികൾ യാഥാർത്ഥ്യമാണോ? കാലാകാലങ്ങളായി മനുഷ്യർ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന, ഇന്നും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടി നാം ഒരുമിച്ച് ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. പരിണാമ സിദ്ധാന്തപ്രകാരം മനുഷ്യനും കുരങ്ങുകളും ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന കുരങ്ങുകളും മനുഷ്യരും തമ്മിൽ ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ എന്തായിരിക്കാം കാരണം? ഭൂമിയിൽ മറ്റൊരു ജീവിക്കും കഴിയാത്തത്ര വികാസം മനുഷ്യന് മാത്രം എങ്ങനെ സാധ്യമായി? അതിന് മനുഷ്യനെ സഹായിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഹ്യൂമൻ ആക്സിലറേറ്റഡ് റീജിയണൽ 1 അഥവാ HAR1 എന്ന ജീനോമാണ്. ഈ ജീനോമാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ മാത്രം വ്യത്യസ്തനാക്കുന്നത്. ഭൂമിയിലെ മറ്റൊരു ജീവിയിലുമില്ലാത്ത, എന്തിന് കുരങ്ങന്മാരിൽ പോലുമില്ലാത്ത ഈ HAR1 എന്ന ജീനോം മനുഷ്യ ശരീരത്തിൽ മാത്രം വന്നത് എവിടെ നിന്നാണ്? എങ്ങനെയാണത് വന്നത്? പുരാണങ്ങളും വിവിധ മതഗ്രന്ഥങ്ങളും പറയുന്ന പോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണോ? ആണെങ്കിൽ എന്തിനു സൃഷ്ടിച്ചു? അതോ മറ്റേതോ ഗ്രഹത്തിൽ രൂപപ്പെട്ട് പിന്നീട് ഭൂമിയിൽ എത്തിച്ചേർന്ന ജീവിവർഗമാണോ മനുഷ്യർ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടി നാം കുറേയധികം വർഷം പിന്നോട്ട് പോവുകയാണ്. 1843 മാർച്ച് 23 ഇറാഖിലെ ഗൊർഷാബാദ് പ്രവിശ്യയിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ ഇമിലോ വോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ആർക്കിയോളജി സംഘത്തിന് പര്യവേഷണത്തിനിടയിൽ ഏറെ പഴക്കമുള്ള ശിലാഫലകങ്ങൾ കണ്ടെത്താനായി. അവയെല്ലാം തന്നെ വളരെ പഴക്കം ചെന്ന ക്യൂണിഫോം ലിപികളിൽ ആയിരുന്നു എഴുതപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് അനുനാഗികളെക്കുറിച്ച് നാം കൂടുതൽ അറിയുന്നത്. അനുനാഗി, ഈ പേര് നമ്മളിൽ ചിലരെങ്കിലും കേട്ടിരിക്കും. ചിലർക്ക് ഇതൊരു പുതിയ വാക്കായിരിക്കും. ഈജിപ്ഷ്യൻ, സുമേറിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് അനുനാഗി. അനുനാഗികൾ അവിടുത്തെ ജനങ്ങൾ അവരുടെ ദൈവത്തെ വിളിക്കുന്ന പേരാണ്. ആകാശദേവനായ അനുവിൻ്റെ പിൻഗാമികൾ എന്നാണ് അനുനാഗി എന്ന വാക്കിനർത്ഥം. വിശ്വാസപ്രകാരം നിബിരു, നീബ്രു അല്ലെങ്കിൽ നിബ്രു എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ഗ്രഹത്തിൽ നിന്നുമാണ് അവർ ഭൂമിയിലേക്ക് വന്നതെന്ന് പറയപ്പെടുന്നു. അവർ 11 പേരാണെന്നും അല്ല 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർ അതിലും ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഇന്നീ കാണുന്ന മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത് അനുനാഗികളാണെന്ന് പറയപ്പെടുന്നു. അതായത് അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവം ഭൂമിക്ക് പുറത്തുള്ള മറ്റേതോ ഗ്രഹത്തിൽ നിന്നും എന്തോ ലക്ഷ്യവുമായി ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികളായിരുന്നു. അവരെ മനുഷ്യർ ദൈവമെന്ന് വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തു എന്ന് അനുമാനിക്കാം. ആദിമ മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന, അവന് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ അവർ ദൈവമായി കണ്ട് ആരാധിച്ചു പോന്നു. മഴയും ഇടിമിന്നലും അഗ്നിയും സർപ്പവുമെല്ലാം അങ്ങനെ ദൈവങ്ങളായി മാറി. അതുപോലെയായിരിക്കണം അവർ അവരെയും ആരാധിക്കാൻ തുടങ്ങിയത്. യൂഫ്രട്ടീസ് നദിക്കരികെ പേർഷ്യൻ തീരത്താണ് അനുനാഗികൾ ആദ്യമായി വന്നതെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അനുനാഗികൾ എന്ന് വിളിക്കപ്പെടുന്ന ആ ഏലിയൻ ദൈവങ്ങൾ എന്തിനായിരിക്കാം നമ്മുടെ ഗ്രഹമായ ഭൂമിയിലേക്ക് വന്നത്? അതിനും ഉത്തരമുണ്ട്. ഭൂമിയിലുള്ള മോണോ അറ്റോമിക് ഗോൾഡ് എന്ന മൂലകം തേടിയാണ് അവർ വന്നത്. എന്തിനായിരിക്കാം അവർക്ക് ആ മൂലകം? അനുനാഗികളുടെ ചികിത്സയ്ക്കും മരുന്ന് തയ്യാറാക്കാനും ഏറെ അത്യാവശ്യമായ ഒരു മൂലകമാണ് മോണോ അറ്റോമിക് ഗോൾഡ് എന്നും, അതല്ല അവരുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു മൂലകമാണ് ഇതെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മോണോ അറ്റോമിക് ഗോൾഡ് തേടി ഭൂമിയിലെത്തിയ അനുനാഗികൾക്ക് ഈ മൂലകം അവർക്കാവശ്യമുള്ളതുപോലെ വേർതിരിച്ചെടുക്കുക, സംസ്കരിച്ചെടുക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യാൻ ബുദ്ധിയും ശക്തിയുമുള്ള അടിമകളെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക തരം ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് അന്ന് ഹോമോ ഇറക്ടസ് എന്ന പരിണാമഘട്ടത്തിൽ എത്തി നിന്നിരുന്ന ജീവിവർഗത്തിൽ അവർ HAR1 എന്ന ജീനോം കുത്തിവെച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയിലുള്ള അനുയോജ്യമായ ഒരു ജീവിവർഗത്തെ കണ്ടെത്തി ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ അവർ പുതിയൊരു ജീവിവർഗത്തെ സൃഷ്ടിച്ചു. അവരാണ് മനുഷ്യർ. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദിമ മനുഷ്യൻ ചുമർ ചിത്രങ്ങളിലും കൊത്തുപണികളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ അമ്പരപ്പിക്കുന്ന വസ്തുത. ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ പറക്കും തളികകൾ കൈവശമുള്ള,
ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ പുതിയ ജീവിവർഗങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, മനുഷ്യന് സാധിക്കാത്ത പലതും ചെയ്യാൻ സാധിക്കുന്ന ഉയർന്ന സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള അഡ്വാൻസ്ഡ് ആയ ആ ജീവിവർഗത്തെ അവർ അനുനാഗികൾ എന്ന് വിളിച്ചു. ഇതെല്ലാം വെറുമൊരു കെട്ടുകഥയാണെന്ന് തള്ളിക്കളയാൻ വരട്ടെ. ആദിമ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അവരെങ്ങനെയായിരിക്കാം കൊത്തിവെച്ചിട്ടുണ്ടാവുക? ഈ ചോദ്യം ആധുനിക മനുഷ്യനെ ഇന്നും കുഴപ്പിക്കുന്ന ഒന്നാണ്. മോണോ അറ്റോമിക് ഗോൾഡ് അവരുടെ ഗ്രഹത്തിൽ ദുർലഭമായപ്പോൾ അനുനാഗികൾ ആ മൂലകം തേടി പല ഗ്രഹങ്ങളിലേക്കും യാത്ര ആരംഭിച്ചു. ഒടുവിൽ നമ്മുടെ ഭൂമിയിൽ ആ മൂലകം വലിയ തോതിൽ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ഇവിടേക്ക് വന്നതുമായിരിക്കണം. അവർക്ക് ആവശ്യമുള്ളത്ര മോണോ അറ്റോമിക് ഗോൾഡ് ഖനനം ചെയ്ത് എടുത്ത ശേഷം അവർ ഭൂമിയിൽ നിന്നും പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. വളരെ ദൈർഘ്യമുള്ള ഭ്രമണപഥമാണ് അനുനാഗികൾ വസിക്കുന്ന നെബ്രു എന്ന ഗ്രഹത്തിൻ്റേത്. അത് അതിന് പ്രാപ്യമായ ഭൂമിയുടെ ഏറ്റവും അടുത്ത ദൂരത്തിലെത്തുമ്പോൾ ഭൂമിയിൽ പ്രളയം സംഭവിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ അത്തരമൊരു പ്രളയം ഉണ്ടായിട്ടുണ്ടാകണം. ഇവിടെയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പല മതഗ്രന്ഥങ്ങളിലും അത്തരം ഒരു പ്രളയത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, അനുനാഗികൾ ഇവിടം വിട്ട് പോയെങ്കിലും അവർ സദാ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ചിലർ വിശ്വസിക്കുന്നു. നമ്മൾ പോലും ഇടയ്ക്ക് പറയാറില്ലേ, എല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന്. അതുമാത്രമല്ല, അനുനാഗികൾ ഒരിക്കൽ തിരികെ വരുമെന്നാണ് വിശ്വാസം. അങ്ങനെ അവർ വന്നാൽ നമ്മൾ മനുഷ്യരുടെ സ്ഥിതി എന്താകും? സുമേറിയൻ സംസ്കാരത്തിൽ മാത്രമല്ല പറക്കുംതളികളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ നിന്നും കണ്ടെടുത്ത ചുമർ ചിത്രങ്ങളിലും അവയെ വരച്ചു വെച്ചിട്ടുണ്ട്. മതഗ്രന്ഥങ്ങളിൽ കാണുന്ന പുഷ്പക വിമാനവും ചിറകുവെച്ച കുതിരയുമെല്ലാം യഥാർത്ഥത്തിൽ എന്തായിരിക്കാമെന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അനുനാഗികൾ തിരികെ വരുമെന്ന് പറയുന്ന പോലെ തന്നെ വിവിധ മതഗ്രന്ഥങ്ങളിലും ലോകാവസാന സമയത്ത് ദൈവങ്ങൾ അവതരിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങളിലും പറയപ്പെടുന്നില്ലേ? മാത്രമല്ല, നമ്മൾ നേരത്തെ ഒരു പ്രളയത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ ഗ്രഹമായ ഭൂമിക്ക് നോർത്ത്, സൗത്ത് എന്ന് 2 ധ്രുവങ്ങളാണുള്ളത്. എന്നാൽ കുറേ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന ധ്രുവപ്രദേശങ്ങളായിരുന്നില്ല. പകരം അന്ന് മറ്റ് പ്രദേശങ്ങളായിരുന്നു ധ്രുവങ്ങൾ. ഇനി കുറേ കോടി വർഷങ്ങൾ കഴിയുമ്പോൾ അന്റാർട്ടിക്കയും ധ്രുവപ്രദേശമല്ലാതാവുകയും പകരം പുതിയ ധ്രുവങ്ങൾ വരികയും ചെയ്യും. കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് സംഭവിക്കുന്നൊരു പ്രതിഭാസമാണിത്. ധ്രുവങ്ങൾ മാറുമ്പോൾ നിലവിലെ ധ്രുവങ്ങളിലെ മഞ്ഞുരുകുകയും അതിൻ്റെ ഫലമായി ലോകം മുഴുവൻ പ്രളയത്തിൽ ആണ്ടുപോവുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകാവസാനം തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇതെല്ലാം ശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എവിടെയൊക്കെയോ ചില കണക്ഷനുകൾ നമുക്ക് കാണാനാകും. ഈ പറഞ്ഞതെല്ലാം ഈ വിഷയത്തിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ ആയിട്ടുള്ളൂ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. വരും വീഡിയോകളിൽ നമ്മൾ ആ കഥ തുടങ്ങുകയാണ്.